വകുപ്പ് പരിശോധന കർശനമാക്കി. ദേശീയപാത ഭാഗികമായി അടച്ചിട്ട് കേരളത്തിൽ നിന്ന് പോകുന്ന മുഴുവൻ വാഹനയാത്രക്കാരെയും പരിശോധിച്ചാണ് കടത്തിവിടുന്നത്. കോയമ്പത്തൂർ ജില്ലാ കളക്ടർ പവൻകുമാർ ജി ഗിരിയപ്പനരുടെ നിർദ്ദേശപ്രകാരമാണ് ചാവടി ഉൾപ്പെടെയുള്ള അതിർത്തികളിൽ 24 മണിക്കൂറും പരിശോധന ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം മരിച്ച പാലക്കാട് മണ്ണാർക്കാട് ചങ്ങലേരി സ്വദേശിക്ക് നിപ്പ രോഗലക്ഷണങ്ങൾ സ്ഥിരീകരിച്ചതോടെയാണ് ഇന്നലെ മുതൽ പരിശോധന ആരംഭിച്ചത്. പാലക്കാട്ടും മലപ്പുറത്തും കൂടുതൽ പേർ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് തമിഴ്നാട് കടക്കുമെന്നും സൂചനയുണ്ട്. ഇന്നലെ മുതൽ പ്രത്യേകം രൂപീകരിച്ച 3 സംഘങ്ങളെ ചാവടിയിൽ പരിശോധനയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് കോയമ്പത്തൂർ ഭാഗത്തേക്കുള്ള ദേശീയപാത താൽക്കാലികമായി അടച്ചുപൂട്ടി വാഹനങ്ങൾ സർവീസ് റോഡ് വഴി തിരിച്ചുവിട്ടു തുടങ്ങി. പ്രത്യേക മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ പ്രതിഭ, മധുകര ഹെൽത്ത് ഇൻസ്പെക്ടർ MG രാജ്കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കോയമ്പത്തൂരിൽ നിന്നുള്ള 7 ആരോഗ്യ പ്രവർത്തകരും ചാവടി പോലീസ് ഉദ്യോഗസ്ഥരും പരിശോധനാ സംഘത്തിലുണ്ട്. വാളയാർ, മീനാക്ഷിപുരം, ഗോവിന്ദപുരം, വേലാന്താവളം, ഗോപാലപുരം, ആനക്കട്ടി തുടങ്ങി മുഴുവൻ കേരള തമിഴ്നാട് അതിർത്തികളിലും പരിശോധന നടത്തിയാണ് വാഹനം കടത്തിവിടുന്നത്. തെർമോമീറ്റർ ഉപയോഗിച്ച് ശരീരോഷ്മാവും യാത്രക്കാരുടെ ആരോഗ്യസ്ഥിതിയും പരിശോധിച്ച ശേഷമാണ് തുടർ യാത്ര അനുവദിക്കുന്നത്. ഇവരുടെ വിവരങ്ങളും ശേഖരിക്കുന്നുണ്ട്.